ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഈ എക്സാം എഴുതിയിട്ട് നിർഭാഗ്യവശാൽ കിട്ടാത്തവരുണ്ട്. അവർക്കൊക്കെ ജസ്റ്റ് ഒരു ഓവറോൾ ഈ എക്സാമിനെ പറ്റിയിട്ട് എന്താണ്? പഠിച്ച കിട്ടാത്ത എക്സാം ഒന്നല്ല, നമ്മളെ അനുസരിച്ച് വർക്ക് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, അപ്പോ പാസ്സാവല്ലേ നമ്മളെ കാര്യം. അപ്പോ മെയിനായിട്ട് ഓരോ സബ്ജക്റ്റിന് വെയിറ്റേജുകളുണ്ട്. നമുക്ക് ഒരു റഫ് വെയിറ്റേജ് കിട്ടും നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ. അതനുസരിച്ച് ആ സബ്ജക്റ്റിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറെ മാർക്ക് അച്ചീവ് ചെയ്യും. 19 സബ്ജക്റ്റ് ഒന്നും വരുമല്ലോ, വരും. പക്ഷേ ഓരോ സബ്ജക്റ്റിന് വേറെ വേറെ വെയിറ്റേജുകളാണ് ഇതുവരെ കണ്ട ട്രെൻഡ്. ഓരോരോ മാറലുണ്ട്. നമ്മള് കുറച്ചും കൂടി വലിയ വലിയ ടോപ്പിക്കിന് സാധനം കൊടുത്ത് പഠിച്ചാൽ നമുക്ക് കാര്യം കയറാവുന്നുള്ളൂ. ഞാൻ തന്നെ പറഞ്ഞവര് ചൈനയിൽ നിന്ന് പഠിച്ചിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 2 മാസം സമയം കിട്ടിയുള്ളൂ. മാക്സിമം PYQs കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ